നമസ്കാരം. അഹമ്മദാബാദിലുണ്ടായ വിമാന അപകടത്തിൽ മരണസംഖ്യ 270 കടന്നിരിക്കുകയാണ്. രാജ്യം ഇപ്പോഴും അതിന്റെ ഞെട്ടലിൽ നിന്ന് വിമുക്തമായിട്ടില്ല. ഈ അപകടം അമേരിക്കൻ വിമാന കമ്പനിയായ ബോയിങ്ങിലുള്ള വിശ്വാസ്യത തകർത്തിരിക്കുകയാണ്. അപകട പശ്ചാത്തലത്തിൽ ഇപ്പോൾ ഇന്ത്യയിൽ സർവീസ് നടത്തുന്ന ബോയിങ് 787-8 ഡ്രീം ലൈനർ വിമാനങ്ങളുടെ ശ്രേണി താൽക്കാലികമായി നിർത്തിവച്ചിരിക്കുകയാണ്. 787 ഡ്രീം ലൈനർ വിമാനത്തിന്റെ സുരക്ഷാ പരിശോധന നടത്തണമെന്ന് ഡയറക്ടറേറ്റ് ജനറൽ ഓഫ് സിവിൽ ഏവിയേഷൻ എയർ ഇന്ത്യക്ക് നിർദ്ദേശവും നൽകിക്കഴിഞ്ഞു. 10 നിർദ്ദേശങ്ങളാണ് നൽകിയിരിക്കുന്നത്. ജെൻ എക്സ് എഞ്ചിനുകൾ ഘടിപ്പിച്ച ബോയിങ് 787-8, 787-9 വിമാനങ്ങളിൽ അധിക അറ്റകുറ്റപ്പണികൾ ഉടൻ നടത്തണമെന്നും DGCA നിർദ്ദേശിച്ചിരിക്കുകയാണ്. ഇന്ധന സംവിധാനങ്ങൾ, മോണിറ്ററുകൾ, ക്യാബിൻ എയർ കംപ്രസ്സുകൾ, ടേക്ക് ഓഫ് സംവിധാനം, ഇലക്ട്രോണിക് എൻജിൻ നിയന്ത്രണ സംവിധാനം എന്നിവയും പരിശോധിക്കണമെന്നാണ് നിർദ്ദേശം. എയർ ഇന്ത്യയിൽ 33 ഡ്രീം ലൈനർ 787 വിമാനങ്ങൾ ഇപ്പോൾ സർവീസ് നടത്തുന്നുണ്ട്. ഇതിൽ 26 787-8 മോഡലുകളാണ്, 7 787-9 മോഡലുകളും. ബോയിങ് വിമാനങ്ങളുടെ സുരക്ഷയിൽ വളരെ നാളുകളായി ആശങ്ക നിലനിൽക്കുകയാണ്. ഇപ്പോൾ ബോയിങ്ങിന്റെ പുതിയ CEO കെല്ലി ഓട്ട്ബർഗ് വിമാനങ്ങളുടെ വിശ്വാസ്യത വീണ്ടെടുക്കുവാനായി ആശങ്കകൾ പരിഹരിക്കുവാനുള്ള തീവ്ര ശ്രമത്തിലാണ്. കാരണം 300ഓളം ഓർഡറുകളാണ് വിമാന കമ്പനിക്ക് ഇപ്പോൾ ഉള്ളത്. ഇതിനായി ബോയിങ് 737 വിമാനങ്ങളുടെ ഉൽപ്പാദനം വർദ്ധിപ്പിക്കുവാനുള്ള ശ്രമത്തിലാണ് കമ്പനി. വിമാന അപകടത്തിന്റെ അന്വേഷണത്തിനായി ബോയിങ് ടീം അഹമ്മദാബാദിൽ ഉടൻ എത്തുമെന്നും പറയുന്നുണ്ട്. ആക്സിയോസ് ഹാരിസ് പോൾ സർവേയിൽ ലോകത്തിലെ ആദ്യ 100 കോർപ്പറേറ്റ് ബ്രാൻഡുകളിൽ ബോയിങ്ങിന് 88ാം സ്ഥാനമാണ് ഉള്ളത്. അപകടം നടന്നതോടെ കമ്പനിയുടെ ഓഹരി മൂല്യവും ഇടിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ അപകടത്തിൽപ്പെട്ട ബോയിങ് ഡ്രീം ലൈനർ വിമാനത്തിന് 11 വർഷം പഴക്കമുണ്ട്. മുൻപ് പല സമയങ്ങളിൽ ബോയിങ് കമ്പനിയുടെ മേൽ വമ്പൻ പിഴ ചുമത്തിയിട്ടുണ്ട് എന്ന കാര്യവും ഈ അവസരത്തിൽ സൂചിപ്പിക്കുകയാണ്. 2021 ജനുവരിയിൽ US സുരക്ഷാ ഏജൻസികളിൽ നിന്ന് വിവരങ്ങൾ മറച്ചുവെച്ചതിന് $2.5 ബില്യൺ പിഴ ബോയിങ്ങിന് ചുമത്തിയിരുന്നു. ക്രിമിനൽ മോണിറ്ററി പെനാൽറ്റിയായി 2018ലെയും 2019ലെയും വിമാന അപകടങ്ങളിൽ $243.6 മില്യൺ പിഴ ചുമത്തി. 2018ലും 2019ലും ബോയിങ് 737 അപകടത്തിൽപ്പെട്ട് 346 പേർ മരിച്ചിരുന്നു. 2018ൽ ഇന്തോനേഷ്യയിൽ പറന്നുയർന്ന ഉടൻ തകർന്നു. അന്ന് 189 പേരാണ് മരണപ്പെട്ടത്. ഇതേ രീതിയിൽ 2019ൽ എത്യോപ്യയിൽ 157 പേരും അപകടത്തിൽ മരണപ്പെട്ടു. അതോടെ 387 ശ്രേണിയിൽപ്പെട്ട വിമാനങ്ങളുടെ സർവീസുകൾ ദീർഘകാലത്തേക്ക് നിർത്തിവെച്ചിരുന്നു. 2020ൽ അമേരിക്കയിലെ ഫെഡറൽ ഏവിയേഷൻ അഡ്മിനിസ്ട്രേഷന്റെ അന്വേഷണത്തിൽ ബോയിങ് 737 മാക്സിൽ സെൻസറുകളിൽ വരെ അപാകത കണ്ടെത്തിയിരുന്നു. 2024ൽ അലാസ്ക എയർലൈൻസിന്റെ ഒരു ബോയിങ് വിമാനം പറക്കുന്നതിനിടയ്ക്ക് വാതിലിലെ പ്ലഗ് പൊട്ടിത്തെറിച്ചതും വാർത്തയായിരുന്നു. ഇന്ത്യ ഉൾപ്പെടുന്ന ഏഷ്യ പസഫിക് മേഖലയിൽ ഓരോ 10 ലക്ഷം വിമാന സർവീസിലും അപകട സാധ്യത 1.04% മാത്രമാണ് എന്ന ഒരു ആത്മവിശ്വാസം അഹമ്മദാബാദിലെ അപകടത്തോടെ ഇപ്പോൾ നഷ്ടപ്പെട്ടിരിക്കുകയാണ്. വിമാനങ്ങളുടെ പ്രായവും മറ്റൊരു പ്രശ്നമാണ്. രാജ്യാന്തര വിമാന മേഖലയിൽ ഇപ്പോൾ വിമാനങ്ങളുടെ ക്ഷാമവും രൂക്ഷമാണ്. പുതിയ വിമാനങ്ങൾ ഇല്ലാത്തതിനാൽ നിലവിലുള്ള വിമാനങ്ങളുടെ ശരാശരി പ്രായം വർദ്ധിപ്പിക്കുകയാണ് ഇപ്പോൾ ചെയ്യുന്നത്. നേരത്തെ 13 വർഷം ശരാശരി വിമാനത്തിന്റെ പ്രായം നിശ്ചയിച്ചിരുന്നത് ഇപ്പോൾ 15 വർഷമായി ഉയർത്തിയിരിക്കുകയാണ്. എയർ ഇന്ത്യയെ ടാറ്റ ഗ്രൂപ്പ് വീണ്ടും തങ്ങളുടെ കുടക്കീഴിൽ കൊണ്ടുവന്ന ശേഷം കോടികൾ മുടക്കി പരിഷ്കരണ നടപടികൾ നടത്തുന്നതിനിടെയാണ് ഈ അപകടം സംഭവിച്ചിരിക്കുന്നത്. ബോയിങ്ങിൽ നിന്നും എയർബസിൽ നിന്നും 570 വിമാനങ്ങൾ ഓർഡർ ചെയ്യുവാൻ 8,000 കോടിയിലേറെയാണ് ടാറ്റ ഗ്രൂപ്പ് ഇപ്പോൾ മുടക്കിയത്. എന്തായാലും കേന്ദ്ര സർക്കാർ ഇപ്പോൾ ഒരു വിദഗ്ധ സമിതിയെ അപകടത്തിന്റെ അന്വേഷണത്തിനായി രൂപീകരിച്ചിരിക്കുകയാണ്. 3 മാസമാണ് അന്വേഷണത്തിന്റെ കാലാവധി. അപ്ഡേറ്റ് വാർത്തകൾക്കായി കാത്തിരിക്കാം. മറ്റൊരു വാർത്തയുമായി അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം.